നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യമായി ഈ സ്വയംവര തെരഞ്ഞെടുപ്പ് കണക്കാക്കി നമ്മളുടെ ഒരു പ്രഖ്യാപിച്ചു. എന്താണ് പ്രഖ്യാപനം? നമ്മളെ കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്ക് 65 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് 1600 2000 ആക്കി തീരുമാനിച്ചു. രണ്ടാമത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് BPL, APL മുതലായ മുഴുവൻ പേർക്കും 1000 രൂപ വെച്ച് പ്രഖ്യാപിച്ചു. ആശമാർക്ക് 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് 1000 ഉറുപ്പിക വെച്ച് വർദ്ധിപ്പിച്ചു. അതുകൂടാതെ നമ്മളെ നിർമ്മാണ തൊഴിലാളികളുടെ 15 മാസക്കാലമായി അവരെ പണം കുടിശ്ശിയായി അവർക്ക് മുഴുവനും കുടിശ്ശിക തീർത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. എത്ര വെച്ച്? 2000 വെച്ച്. മനസ്സിലായില്ലേ? ഇത്രയും കിട്ടുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഇതിൽ പാസ്സായിട്ടുണ്ട്. പോരാത്തത് ഭിന്നശേഷിക്കാരെ പൈസ പാസ്സായിട്ടുണ്ട്. പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പൈസ പാസ്സായിട്ടുണ്ട്. അവർക്കൊക്കെ ക്ഷേമനിധി ബോർഡ് മുഖേന മുഴുവനാക്കും 2000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനമെടുത്തു. ആ 2000 രൂപ കൂടാതെ കണ്ട് വാർദ്ധക്യ പെൻഷൻകാർക്ക് 2000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. മുഴുവൻ പേർക്ക് 65 ലക്ഷം ആളുകൾ. അതേപോലെ തന്നെ നമ്മൾ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവർക്ക് മുഴുവൻ പേർക്കും ഇപ്പം നമ്മൾ ദാരിദ്ര്യരേഖ മാറ്റി ഉള്ളവർക്കും ദാരിദ്ര്യരേഖ ഉള്ളവർക്കും അവർക്കൊക്കെ തന്നെ പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അതുപോലെ തന്നെ അവർക്ക് സ്ഥലം കൊടുക്കാൻ 10 സെൻറ്റ് സ്ഥലവും വീടും വെച്ച് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രി പാസ്സാക്കിയിട്ടുണ്ട്. എല്ലാം നിയമസഭയിനകത്ത് പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെൻഷൻ കൊടുക്കുന്നത് നമുക്കിപ്പം തൽക്കാലം നമ്മൾ പണം പാസ്സാക്കിയെടുക്കുന്നത് സഹകരണ ബാങ്കിൽ നിന്നാണ്. 16% ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടാണ് ഇത് പാസ്സാക്കുന്നത്. ഗവൺമെൻറ് പാസ്സാക്കി. അപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേക്ക് പോയിരിക്കുകയാണ്. ആ 16% വെച്ച് പലിശ കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കൂല എന്നും പറഞ്ഞവർക്ക് സ്റ്റേക്ക് പോയിട്ടുണ്ട്. ആ സ്റ്റേക്ക് പോയെങ്കിലും നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മുഴുവൻ പണവും 25-ാം തീയതി മുഴുവനാക്കി 2000 ഉറുപ്പിക വെച്ച് 65 ലക്ഷം പേർക്കും പണം കയറും. മനസ്സിലായോ? സഖാവി ഓക്കെ.